എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പൈത്തൺ പാണ്ടാസിൽ പാർട്ട് 6 ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഡാറ്റ സെലക്ട് ഓർ ആക്സസ് ഡാറ്റ ഫ്രം ഡാറ്റ ഫ്രെയിം. നമുക്ക് 6 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് യൂസിങ് കോളം നെയിംസ് വഴി നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡോട്ട് നൊട്ടേഷൻ വഴി സെറ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലോക്ക് ആൻഡ് ഐലോക്ക്. പിന്നെ യൂസിങ് സ്ലൈസിങ്, ഇൻഡിവിജ്വൽ വാല്യൂസ് ദാറ്റ് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോളം വെച്ചിട്ടും ഡോട്ട് നൊട്ടേഷൻ ഉപയോഗിച്ചും ലോക്കും ഐലോക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മൗസ്, കീബോർഡ്, സ്കാനർ 3 കോളമുള്ള ഒരു ഡാറ്റ ഫ്രെയിമാണ്. ഇൻഡെക്സ് ഉണ്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സെലക്ട് ആക്സസ് കോളംസ് യൂസിങ് കോളം നെയിം വെച്ചിട്ട്. അപ്പൊ കോളം നെയിം വെച്ചിട്ട് ഇത് എങ്ങനെ സെലക്ട് ചെയ്യാം? റൈറ്റ് എ കോഡ് ടു ആക്സസ് ഡാറ്റ ഓഫ് മൗസ് കോളം. ഇതിലെ മൗസ് കോളം മാത്രം നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രിന്റ് df ഓഫ് മൗസ് കൊടുത്താൽ മതി. അപ്പൊ മൗസിന്റെ കോളംസ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യും. അപ്പം നെയിം കോളൻ മൗസ്, അതിന്റെ നെയിം ഏതാണ് അതിന്റെ കോളംസ് നെയിം എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതിന്റെ ഡി ടൈപ്പും വരും. ഇനി റൈറ്റ് കോഡ് ടു ആക്സസ് ഡാറ്റ ഓഫ് മൗസ് ആൻഡ് സ്കാനർ കോളംസ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ നമുക്ക് 2 കോളംസ്. അപ്പൊ അറേ മെത്തേഡ് പോലെ തന്നെയാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ കോളംസ് ആണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യണം. അരയിൽ യൂസ് ചെയ്ത പോലെ തന്നെ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ df ഓഫ് മൗസ് സ്കാനർ, നമുക്ക് മൗസിന്റെയും സ്കാനറിന്റെയും കോളം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. നെക്സ്റ്റ് ആണ് ഡോട്ട് നൊട്ടേഷൻ. ഡോട്ട് നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതില് കീബോർഡ് കോളം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ df ഡോട്ട് കീബോർഡ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കീബോർഡിന്റെ നമുക്ക് അവിടെ നെയിം കീബോർഡ്, എന്റെ ഹോൾ നെയിം ആണ് കീബോർഡ്. ഡി ടൈപ്പ് വന്നിട്ടുണ്ട് ഇൻഡ് 64. നെക്സ്റ്റ് ആണ് ലോക്ക് ആൻഡ് ഐലോക്ക്. ലോക്ക് ഫംഗ്ഷനും ഐലോക്ക് ഫംഗ്ഷനും നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽട്ടറിംഗ്, സെലക്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റാസ്. ഇത് നമുക്ക് ലോക്ക് എന്ന് പറഞ്ഞാൽ റോയുടെയും കോളത്തിന്റെയും നെയിംസോ ലേബൽസോ നമുക്ക് സെലക്ട് ചെയ്യാം. ഐലോക്ക് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡിജർ, റോസിന്റെയും കോളത്തിന്റെയും ഇൻഡിജർ. ലോക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചാണെങ്കിൽ ഇപ്പൊ നെയിം വെച്ചിട്ടുള്ളത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അല്ലെങ്കിൽ നെയിം മൗസ്, കീബോർഡ്, അതാണ് നെയിം ലേബൽ എന്ന് പറയുന്നത്. ഇൻഡിജർ ലേബല് അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 ആ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് റോസിനെയും കോളത്തിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഐലോക്ക് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് കുറെ ഓപ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതില് സെലക്ട് സിംഗിൾ റോ നമുക്ക് പഠിക്കാം. സിംഗിൾ റോ ഉണ്ട്, സിംഗിൾ കോളംസ് ഉണ്ട്, മൾട്ടിപ്പിൾ റോസ് ഉണ്ട്, മൾട്ടിപ്പിൾ കോളംസ് ഉണ്ട്, സെലക്ട് റോ റേഞ്ച് ഉണ്ട്, സെലക്ട് കോളം റേഞ്ച് ഉണ്ട്. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന സെലക്ട് സിംഗിൾ റോ ആണ്. ഇതാണ് ഇപ്പൊ ജാനുവരി, ഇതാണ് നമ്മുടെ സിംഗിൾ റോ എന്ന് പറഞ്ഞാല് സിംഗിൾ റോ. ഇത് ഈ റോയിൽ നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അതാണെങ്കിൽ നമുക്ക് ലോക്ക് ഉപയോഗിക്കാം. അതല്ല 0, 1, 2 അത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഐലോക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ജാനുവരി നമുക്ക് ഫസ്റ്റ് റോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൗസിന്റെയും കീബോർഡിന്റെയും സ്കാനറിന്റെ ഫസ്റ്റ് ഇത് റോയ് ജാനുവരിയുടെ ഫുൾ റോസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. നമ്മൾ കൊടുക്കുക പ്രിന്റ് df ഡോട്ട് ലോക്ക് ഓഫ് ജാൻ. ഇനി അത് ഐലോക്ക് ആണെങ്കിൽ ജാൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് റോയാ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ df ഡോട്ട് ഐലോക്ക് ഓഫ് 0. അതല്ല എങ്കിൽ വേറൊരു മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാം df ഡോട്ട് ലോക്ക് ജാൻ കോളൻ. ആ കോളത്തിലെ എല്ലാ ഡേറ്റാസും വരാൻ കോളൻ. ഇനി ഇവിടെ ഇതുപോലെ ഐലോക്ക് 0, കോളൻ. ഇത് ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നമുക്ക് കറക്റ്റ് ആണ്. ഇതാണ് നമുക്ക് എളുപ്പമുള്ള മെത്തേഡ്. അപ്പോൾ ലോക്ക് ആണെങ്കിൽ ലേബലായിട്ടും ഐലോക്ക് ആണെങ്കിൽ ഇൻഡിജർ ആയിട്ടായിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് റോയിൽ കണ്ടോ മൗസ് 150, കീബോർഡ് 180, സ്കാനർ 200, നെയിം ഏതാണ് ജാനുവരി. നമുക്കിത് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് നമുക്ക് ലോക്കിന്റെ ഐലോക്കിന്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് സെലക്ട് സിംഗിൾ റോ ആണ്. സിംഗിൾ റോ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ജാനുവരി, നമുക്ക് ജാൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ മൗസ്,
കീബോർഡ് ഒരു സ്പേസ് ഇടാൻ വേണ്ടി പ്രിന്റ് ഓഫ് യൂസ് ചെയ്യാം റൺ ചെയ്യുമ്പോൾ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോസ്. ഫസ്റ്റ് റോം ജാനുവരിയിൽ മൗസ് 150 180 അപ്പൊ ജാനുവരി ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതെല്ലാം നമുക്കിപ്പോൾ ഡബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാന്ന് വിചാരിക്കും. ഇവിടെ ഡബിൾ കോളം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ റോ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. നെക്സ്റ്റ് ഐലോക്ക് യൂസ് ചെയ്യുമ്പോൾ പ്രിന്റ് df ഡോട്ട് iloc of 0 എന്ന് പറയുമ്പോൾ ആ 0 ഇട്ടിട്ടുള്ളതായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. സെയിം തന്നെ മൗസ് കീബോർഡ് സ്കാനർ ഇതും ഇതുപോലെ ഡബിൾ കോഡ്സ് കൊടുക്കുവാണെങ്കിൽ ഒറ്റ റോയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് സിംഗിൾ കോളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലോക്കും അയലോക്കും ഉപയോഗിക്കുമ്പോൾ കോളംസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ലോക്കിന് ശേഷം അതായത് ആ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇതിൻ്റെ സിമ്പിൾ ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിൻ്റെ ഫസ്റ്റ് തന്നെ കോളൻ കോമ എന്ന് കൊടുത്തിരിക്കണം. അത് നമ്മൾ ഒരിക്കലും മറന്നുപോയത്. കോളംസ് ആണെങ്കിൽ df ഡോട്ട് ലോക്ക് ഓഫ് കോളൻ കോമ മൗസ് ആണെങ്കിൽ മൗസ് കീബോർഡ് ആണെങ്കിൽ കീബോർഡ് അത് യൂസ് ചെയ്യാം. ഇനി ഐലോക്ക് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഏതാണ് അതായത് ഇൻഡെക്സ് ഏതാണെന്നുള്ളത് നമ്മൾ കൊടുക്കണം. നമുക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് df ഡോട്ട് ലോക്ക് മൗസ്. അപ്പോൾ നമുക്ക് മൗസിന്റെ കോളംസ് മാത്രം നമുക്ക് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അത് മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് സ്കാനർ ആണെങ്കിൽ അവിടെ നമുക്ക് സ്കാനർ കൊടുക്കാം. സ്കാനർ റൺ ചെയ്യുമ്പോൾ സ്കാനർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഐലോക്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഐലോക്ക് ഒരു കോളൻ മതി. കോളൻ കോമ കാരണം അത് കോളനാണ്. അത് നമുക്കൊരു കോളമാണ്. കോളം യൂസ് ചെയ്യുമ്പോൾ കോളൻ യൂസ് ചെയ്യണം. കോളൻ കോമ 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം യൂസ് ചെയ്യും. നമുക്ക് 1 ആണെങ്കിൽ കീബോർഡിന്റെ ഇതായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ റോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏതാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. df ഡോട്ട് ലോക്ക് ഓഫ് ജാനുവരി ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ മാർച്ച് കൊണ്ടും കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഐലോക്ക് 0,1 മൾട്ടിപ്പിൾ റോസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ റോസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ മൾട്ടിപ്പിൾ റോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അറേ മെത്തേഡിലാണ്. കാരണം നമുക്ക് മൾട്ടിപ്പിൾ റോസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോളംസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഡബിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്തിരിക്കണം. 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. ഒന്ന് കോളംസ് ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ഫസ്റ്റ് തന്നെ കോളൻ കോമ എന്ന് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾസ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്ത് വരാനാണെങ്കിൽ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റും യൂസ് ചെയ്യാം. ഇനി ഐലോക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ 0,1 df ഡോട്ട് iloc ഓഫ് 0,1 ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. ഇനി 1,2 ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ 1ഉം 2 അതായത് ഫെബ്രുവരി മാർച്ച് റോസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മൾട്ടിപ്പിൾ കോളംസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സിംഗിൾ കോളംസ് ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? കോളൻ കോമ അതായത് ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിന് ശേഷം പിന്നെ മൾട്ടിപ്പിൾ വരുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് വേണം. മൗസ് കോമ കീബോർഡ് അതുപോലെ തന്നെ ഇവിടെ ഐലോക്കിൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ മൗസ് കീബോർഡ് 2 കോളംസ് വേണമെങ്കിൽ 2 കോളംസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. നമുക്കിവിടെ ഐലോക്ക് ആണെങ്കിൽ മൾട്ടിപ്പിൾ കോളംസ് കൊടുക്കുമ്പോൾ ഈ കോളൻ കോമ ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട് കോളൻ കോമ നെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമുക്ക് ഇപ്പോൾ 1ഉം 2ഉം വേണമെങ്കിൽ 1ഉം 2ഉം നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ കീബോർഡ് സ്കാനർ 1ഉം 2 ആണ് കൊടുത്തത്. 0,1 ആണെങ്കിൽ മൗസും കീബോർഡും ഡിസ്പ്ലേ ചെയ്ത് വരും. അതാണ് നമുക്ക് മൾട്ടിപ്പിൾ കോളംസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മൾട്ടിപ്പിൾ കോളംസ് കഴിഞ്ഞു. ഇനി സെലക്ട് റോ റേഞ്ച്. നമുക്കിപ്പോൾ ഒരു 10 റോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റേഞ്ച് ഇപ്പോൾ 2 മുതൽ 5 വരെ ഉള്ളത് വേണം. അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്താണ് സെലക്ട് റോ റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ജാനുവരി മുതൽ മാർച്ച് വരെ, അപ്പോൾ ജാൻ മുതൽ മാർച്ച് വരെ ഉള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതുപോലെ ഏപ്രിൽ വരികയാണെങ്കിൽ ഏപ്രിൽ. അപ്പം നമ്മൾ യൂസ് ചെയ്യണത് കോമയല്ല യൂസ് ചെയ്യേണ്ടത്, കോളനാണ്. റേഞ്ച് ഒരു സ്ലൈസ് പോലെ തന്നെ 1,3 എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക്
കോളനാണ് നമുക്കിവിടെ റേഞ്ചിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. iloc ആണെങ്കിൽ 0:3 0 1 2 3 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലൈസ് പഠിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവിടെ പ്രത്യേകം അത് നോട്ട് ചെയ്തിട്ടുണ്ട്. iloc ദ എൻഡ് ഇൻഡെക്സ് ഈസ് എക്സ്ക്ലൂഡഡ് ഇൻ റിസൾട്ട്. അതായത് 0:3 എന്ന് പറഞ്ഞാൽ 3 എടുക്കില്ല, കാരണം 2 വരെ. അതായത് 0 1 2 0:2 ആണെങ്കിൽ 1 വരെ എടുക്കത്തുള്ളൂ. അത് നമ്മൾ നേരത്തെ സ്ലൈസ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. റേഞ്ച് വരുമ്പോൾ ഇപ്പം ജാന് മുതൽ മാർച്ച് വരെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ജാന്, ഫെബ്രുവരി, മാർച്ച്. ഇനി iloc ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റേഞ്ച് ഉപയോഗിക്കുമ്പോൾ ഒന്ന് നമുക്ക് കോളൻ യൂസ് ചെയ്യണം, കോമയല്ല. സെക്കൻഡ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതിന് ഡബിൾ കോളൻ വേണ്ട. iloc ഉപയോഗിക്കുമ്പോൾ നമുക്ക് റേഞ്ച് ഉപയോഗിക്കാം. അതായത് 1:3 ഇപ്പോൾ 3 ആണെങ്കിൽ 1:3 നമുക്ക് 1:3 ആണെങ്കിൽ 01 ഫെബ്രുവരി 1 2 കാരണം 3 എടുക്കത്തില്ല, കാരണം സ്ലൈസ് പോലെ തന്നെയാണ് 1:3 എന്ന് പറയുമ്പോൾ 1 മുതൽ 2 വരെയുള്ള റോസ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് ആണ് കോളം റേഞ്ച്. കോളം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റോ ചെയ്തതുപോലെ തന്നെ നമുക്ക് കോളംസ്. ഇപ്പോൾ മൗസ് മുതൽ സ്കാനർ വരെയാണെങ്കിൽ എൻ്റെ ഫുൾ ടേബിൾ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി മൗസ് കോളൻ കീബോർഡാണെങ്കിൽ മൗസ് കീബോർഡ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ 0:3 എന്ന് പറയുമ്പോൾ മൗസിന്റെ 0 1 2 വരെ എന്ന് പറയുമ്പോൾ കീബോർഡ് വരെ വരത്തുള്ളൂ, സ്കാനർ വരില്ല. കോളൻ മൗസ് മുതൽ സ്കാനർ വരെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വന്നു, ഫുൾ ടേബിൾ ഡിസ്പ്ലേ ചെയ്തു വന്നു. ഇനി കീബോർഡ് വരികയാണെങ്കിലോ കീബോർഡ് വരെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതുപോലെ തന്നെയാണ് നമുക്ക് iloc യൂസ് ചെയ്യുമ്പോൾ iloc കോളൻ കോമ 0:3 ആണെങ്കിൽ 0 മുതൽ 3 വരെ 0 1 2 3. ഇനി 0:2 ആണെങ്കിൽ കീബോർഡ് 0 1 നമുക്ക് കോളംസ് ഡിസ്പ്ലേ ചെയ്ത് വരും. 2 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 0 മൗസ് കോളം കീബോർഡ് 1. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 0യും 1 മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അതാണ് കോളം റേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സെലക്ടിങ് റോസ് ആൻഡ് കോളംസ് ഫ്രം ഡാറ്റ ഫ്രെയിം. അതായത് ഒരു ഡാറ്റ ഫ്രെയിമിൽ നമുക്ക് ഒരുമിച്ച് റോസും സെലക്ട് ചെയ്യാം, കോളംസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ജാനുവരി ടു മാർച്ച്, ഇത് നമുക്ക് റോസ് ആണ്, കോമ മൗസ് ടു കോളൻ കീബോർഡ്, അതായത് ഇത് നമുക്ക് കോളൻ ലേബല്, ഇത് റോ ലേബല്. iloc നമ്മൾ യൂസ് ചെയ്യുമ്പോൾ df.iloc 0:3 0 മുതൽ 2 വരെയുള്ള റോസ്, ഫസ്റ്റ് റോസ് ആണ്. 0:2 എന്ന് പറഞ്ഞാൽ 1 വരെയുള്ള കോളംസ്. അതാണ് നമ്മൾ അത് ഒരുമിച്ച് റോയും കോളും നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് റോസ് ആൻഡ് കോളംസ് ഫ്രം ഡാറ്റ ഫ്രെയിം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ജാൻ മുതൽ മാർച്ച് വരെയുള്ള റോസും മൗസ് മുതൽ കീബോർഡ് വരെയുള്ള കോളംസ് സെലക്ട് ചെയ്ത് വരും. iloc നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റോസ് നമുക്ക് 0 മുതൽ 3 വരെയുള്ള റോസ് ആണെങ്കിൽ 0:3 0:2, അതായത് ഇത് റോസ് ആണ്, ഇത് കോളംസ് ആണ്. നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്തു 3 റോസും 2 കോളംസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോക്കും iloc-ഉം. ലോക്ക് നമ്മൾ ലേബൽസ്, iloc ഇൻറ്റിജർ അല്ലെങ്കിൽ പൊസിഷൻസ് സെറ്റ് ചെയ്യുന്നതാണ്. കോളംസ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് കോളൻ കോമ യൂസ് ചെയ്തിരിക്കണം. റേഞ്ച്, അതായത് ഇത്ര മുതൽ ഇത്ര വരെയുള്ള റേഞ്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് വേണ്ട, അതിന് നമ്മൾ കോളനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് ആ ലോക്കിൻ്റെ iloc-ൻ്റെ ഡിഫറൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്ലൈസിനെ കുറിച്ച് പഠിക്കണം. സ്ലൈസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ വർക്ക്ഷീറ്റ് ഇട്ടിട്ടില്ല എന്ന്. അപ്പോൾ സ്ലൈസ് പഠിക്കുമ്പോൾ ലോക്കിൻ്റെ iloc-ൻ്റെയും കൂടി വർക്ക്ഷീറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കെടുക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.